യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിലിനെതിരെ ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ. ഏകാധിപതിയെപ്പോലെയാണ് അധ്യക്ഷന്റെ പെരുമാറ്റം, രാഹുൽ സംഘടനാ പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നും ജില്ലാ നേതൃസംഗമത്തിൽ വിമർശനമുയർന്നു. വിമർശനം കടുത്തതോടെ വേദി വിട്ട രാഹുൽ പിന്നീട് തിരിച്ചെത്തി. വയനാട് പുനരധിവാസ ഫണ്ട് പൂർത്തിയാക്കാത്ത കമ്മിറ്റികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പും നൽകി. രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, രാഹുൽ മാങ്കുട്ടത്തിൽ അത്ര നല്ല കാലമല്ലെന്ന് തോന്നുന്നു. എന്താണ് ഇടുക്കിയിൽ സംഭവിച്ചത് രാഹുൽ? ഗുഡ് ഈവനിംഗ് ഡോക്ടർ അരുൺകുമാർ. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം വേണ്ട രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന അഭിപ്രായം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെയുണ്ട്. ആ അഭിപ്രായം യൂത്ത് കോൺഗ്രസിന്റെ സംഘടനയ്ക്കുള്ളിലും നിലനിൽക്കുന്നുണ്ട്. കാരണം ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന ക്യാമ്പിൽ ആ വിമർശനം ഉണ്ടാവുകയും ചെയ്തതാണ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇടുക്കിയിലും ഉണ്ടായിരിക്കുന്നത്. തൊടുപുഴയിൽ നടക്കുന്ന ജില്ലാ നേതൃസംഗമത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. അതായത് സംസ്ഥാന അധ്യക്ഷൻ ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് പ്രധാന വിമർശനം. വിമർശനങ്ങളെ നേതൃത്വം അംഗീകരിക്കണം. സംഘടനാ പ്രവർത്തനത്തിൽ രാഹുൽ വേണ്ട ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ജനപ്രതിനിധിയായ ശേഷം രാഹുൽ വേണ്ട രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്ന വിമർശനം നേരത്തെയും ഉയർന്നിരുന്നു. അതിപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ് ഇടുക്കിയിലെ നേതൃസംഗമത്തിലും. അതേസമയം വയനാട് പുനരധിവാസത്തിലെ ഫണ്ട് പിരിവുകൾ ഉടൻ പൂർത്തിയാക്കണമെന്നും ഇന്നത്തെ നേതൃസംഗമത്തിൽ അഭിപ്രായമായി രാഹുൽ ഉന്നയിക്കുകയും ചെയ്തു. ആഗസ്റ്റ് 15-നകം പൂർത്തിയാകാത്ത മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും രാഹുൽ മാങ്കൂട്ടം പ്രതികരണമായി ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യൂത്ത് കോൺഗ്രസിൽ കലഹമുണ്ടാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് സംസ്ഥാന ക്യാമ്പിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ജില്ലാ നേതൃ ക്യാമ്പുകളിലും ഉണ്ടാകുന്നത്. ഇടുക്കിക്ക് പിന്നാലെ വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിലും നേതൃ ക്യാമ്പുകൾ നടക്കാൻ പോകുന്നുണ്ട്, നേതൃസംഗമങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. അവിടെയും ഇതേ രീതിയിലുള്ള വിമർശനം സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. താങ്ക് യു രാഹുൽ. അപ്പോൾ സംസ്ഥാന നേതൃയോഗത്തിൽ മാത്രമല്ല ജില്ലാ നേതൃയോഗങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പടപ്പുറപ്പാടെന്നാണ് മനസ്സിലാകുന്നത്. KN അഭിജിത്തിനെ അടക്കം ഒതുക്കിയതിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യം യൂത്ത് കോൺഗ്രസിൽ തന്നെ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ജില്ലാ നേതൃസംഗമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനം കടുക്കുകയും വിമർശനത്തിന്റെ മൂർച്ചയിൽ വേദനിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം ഇറങ്ങിപ്പോവുകയും പിന്നീട് തിരിച്ചു വരികയും ഒക്കെ ചെയ്തിരിക്കുന്നത്.